നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് മണിയും പവറും. കാശ് വേണമെന്നും പവർ വേണമെന്നും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രസകരമായ കാര്യം, വളരെ സാധാരണഗതിയിൽ പോയ ചില വ്യക്തികൾ പെട്ടെന്ന് തന്നെ ഹൈലി പവർഫുൾ ആയ വ്യക്തികളായി മാറും നമ്മൾ കാണാറുണ്ട്. അവർ പക്ഷേ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ നാട്ടിൻപുറത്തോ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലോ ജീവിതത്തിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സാധാരണക്കാരനായ വ്യക്തി ഒരു എക്സ്ട്രാ പവർഫുൾ ആയ വ്യക്തിയായി മാറുന്നതിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു എക്സ്ട്രാ പവർ നമുക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഹൈലി പവർഫുൾ ആയ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ മണി പിന്നെ നമ്മുടെ പിറകെ വരുന്ന ഒന്നായി മാറും. ഈ പവർ ഉണ്ടാവുന്നതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് വേണമെങ്കിൽ ബുദ്ധിപരമായി ആ ഓരോരോ കാര്യങ്ങളെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്കും എക്സ്ട്രാ പവർഫുൾ ആയി മാറാൻ കഴിയും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന്. നമ്പർ 1, യു സെറ്റ് ബൗണ്ടറീസ് കോൺഫിഡന്റ്ലി വിത്തൗട്ട് ഗിൽറ്റ്. നിങ്ങൾ കൃത്യമായ ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർവരമ്പുകൾ കെട്ടാൻ പഠിക്കും. അതായത് ഒരു സാഹചര്യം വരെ, ഒരു കാലഘട്ടം വരെ, അത് ബന്ധങ്ങളിലായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ഫുൾ ഫ്രീ ആയി എല്ലാ ആളുകളോടും പെരുമാറിയ വ്യക്തികളായിരിക്കും ഈ സാധാരണക്കാരെന്ന് വിളിക്കുന്ന ആളുകൾ. എന്നാൽ ഇതേ വ്യക്തികൾ തനിക്ക് ചുറ്റും ഒരു വര അങ്ങ് വരയ്ക്കും. ആ വരയ്ക്കകത്തേക്ക് കയറാൻ എല്ലാവരെയും അനുവദിക്കില്ല. കൃത്യമായ രീതിയിൽ ആ വര വരച്ച് അവരെ പുറത്ത് നിർത്തേണ്ടവരെ പുറത്ത് നിർത്തും, അകത്ത് നിർത്തേണ്ടവരെ മാത്രമേ നിർത്തുള്ളൂ. ഇനി അകത്ത് നിൽക്കാൻ കൊള്ളില്ലെങ്കിൽ അവരെ പുറത്തിറക്കി നിർത്താനുള്ള കെൽപ്പുണ്ടാവും അവർക്ക്. എന്നാൽ ഒരു കാലഘട്ടം വരെ അവർക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ലായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണെങ്കിലും അവരെ കൂടെ ആ വരയ്ക്കുള്ളിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു സാധാരണക്കാരായി ജീവിച്ചിരുന്ന ആ വ്യക്തികൾ. എന്നാൽ ഇന്ന് അവർ ആ വര വരയ്ക്കാൻ പഠിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അനാവശ്യമായ ടോക്സിക് ആയ ആളുകളെയോ അല്ലെങ്കിൽ അനാവശ്യമായ നാസിസ്റ്റ് ആയ ആളുകളെയോ ഇവരെ ആരെയും തന്നെ അതിനുള്ളിൽ കയറ്റാൻ ഇവർ സമ്മതിക്കില്ല. ഇവർക്ക് നെഗറ്റിവിറ്റി വരുന്ന ആരെയും ഈ വരയ്ക്കുള്ളിൽ കയറ്റില്ല. അതിന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഈ വര വരയ്ക്കാൻ പഠിക്കുന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ഇത് തന്നെയാണ് എക്സ്ട്രാ പവർഫുൾ ആയി മാറുന്ന ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം. അവർ കൃത്യമായി വര വരയ്ക്കാൻ പഠിക്കും, കുറ്റബോധമില്ലാതെ. 2, യു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ യുവർ വാല്യൂസ് നോട്ട് അതേഴ്സ് എക്സ്പെക്ടേഷൻസ്. ഈ കാലഘട്ടം വരെ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ നിങ്ങളുടെ വാല്യൂ മറ്റുള്ള ആൾക്കാർ അടിച്ചേൽപ്പിച്ചതാണ്, അതാണ് നിങ്ങളുടെ വാല്യൂ എന്ന് നിങ്ങൾ ചിന്തിച്ച ആളുകളാണ്. അവരുടെ വായിലെ വാക്കുകൾ കൊണ്ട്, അവർ നിങ്ങളോട് മോശമായി പെരുമാറിയുകൊണ്ട്, അവർ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ വാല്യൂ കുറച്ച് കണ്ടിരിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ വാല്യൂ വളരെ മഹനീയമായ വാല്യൂ എന്നുള്ള കാര്യം നിങ്ങളിവിടെ തിരിച്ചറിയാം. ഈ തിരിച്ചറിയുന്നതോടുകൂടി ബാക്കിയുള്ള ആളുകളുടെ പ്രതീക്ഷകൾ, ബാക്കിയുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ, ഇതൊന്നും നിങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂസ് എന്താണോ ആ വാല്യൂസ് ബേസ് ചെയ്ത് മുൻപോട്ട് പോകാനും ആ വാല്യൂസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് എക്സ്ട്രാ പവർഫുൾ ആയി മാറുന്ന വ്യക്തികളുടെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. 3, യു ഫീൽ എംപവേർഡ് ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോള് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. ഇത് ഒരു പവർഫുൾ ആയ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, എന്റെ ജീവിതം മോശമാവുന്നതോ എന്റെ ജീവിതം നന്നാവുന്നതോ മറ്റുള്ളവർ കാരണമാണ് എന്ന് വിരല് ചൂണ്ടുന്ന ഒരു സ്വഭാവത്തിലാണ് നിങ്ങൾ ജീവിച്ചത്. അവരുടെ കയ്യിൽ നിങ്ങളുടെ താക്കോൽ കൊണ്ട് കൊടുത്തോണ്ടാണ് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത്. അവരുടെ കയ്യിൽ താക്കോൽ തിരിച്ചിങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലാണ്. അതായത് മറ്റൊരു വ്യക്തിക്ക് എന്ത് തോന്നും, മറ്റൊരു വ്യക്തി പറയുന്നതല്ലേ ശരി, ഈ കാര്യം മാത്രം ചിന്തിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോളെ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പെടും. അതിനുശേഷം ആ കൺട്രോൾ പൂർണ്ണമായി തിരിച്ചു പിടിക്കുന്നതാണ് നിങ്ങളുടെ എക്സ്ട്രാ പവർ ഉണ്ടാവാനുള്ള അടുത്ത ലക്ഷണം. ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ആളും ഫ്രണ്ടിലിരിക്കുന്ന ആളും അപ്പുറത്തിരിക്കുന്ന ആളും പലതരം അഡ്വൈസുകൾ തന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്നാൽ ഈ കാലഘട്ടം വന്നപ്പോൾ അവരെന്ത് പറഞ്ഞാലും വിഷയമല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കും. ആ രീതിയിൽ ജീവിതമാകുന്ന വണ്ടിയെ സ്വന്തം കൺട്രോളിൽ ഓടിക്കാനുള്ള കെൽപ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്താൽ അതിന് നല്ലതും മോശമായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ഞാൻ ചെയ്ത കാര്യത്തിന് നല്ല റിസൾട്ട് കിട്ടിയാലും അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്, ഞാൻ ചെയ്ത കാര്യത്തിന് മോശം റിസൾട്ട് കിട്ടിയാലും അത് എൻ്റെ കാര്യത്തിൽ നിന്നുണ്ടായതാണ്. പക്ഷെ മുൻപെന്താ സംഭവിച്ചത്, നമ്മൾ പലതും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു കൂട്ടാളിയെ, ഒരു പങ്കാളിയെ, ഒരു പാർട്ട്ണറെ, കുറച്ച് വ്യക്തികളെ, കുറച്ച് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വച്ചിരുന്നു. അപ്പൊ ഇവരുടെയും കൂടെ തീരുമാനത്തിലാണ് നമ്മൾ തീരുമാനം എടുത്തത്. കാരണം എന്താ, ആ വ്യക്തികൾ കൂടി നമ്മുടെ ജീവിതത്തിന്റെ താക്കോല് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ ഷെയറിംഗ് ഒന്നുമില്ല. പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ആ താക്കോല് തിരിച്ചങ്ങ് വാങ്ങിച്ച് സ്വന്തമായിട്ട് ഓടിക്കാനായിട്ട് തീരുമാനിച്ചു. അതാണ്
മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. 4, ക്രിറ്റിസിസം നോ ലോങ്ങർ അഫക്ട്സ് യുവർ സെൽഫ് വർത്ത്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു വർത്ത് ഉണ്ട് അല്ലെ, നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു വർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വർത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഡിസ്ട്രക്റ്റീവ് ആയ ക്രിറ്റിസിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ എത്ര വലിയ നേട്ടം നേടിയ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ട വളരെ അടുത്ത് നിൽക്കുന്ന ഒരാള് നിങ്ങളെ വളരെ മോശമായും അപഹാസ്യനായും ഏറ്റവും വൃത്തികെട്ടവനായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുള്ള മതിപ്പ് തന്നെ ഇല്ലാണ്ടാവും. ഈ സെൽഫ് വർത്ത് എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയ ഓരോ ആളുകളുടെയും പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശക്തി, അവനവനോടുള്ള വർത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഈ വർത്ത് നശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാപ്തിയുള്ളതും അത് ചെയ്യാനായിട്ട് കഴിവുള്ളതും ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കാണ്. അപ്പൊ തെറ്റായ ആളുകളുമായിട്ടാണ് ഈ വ്യക്തി അലൈൻഡ് ആണെങ്കിൽ തീർച്ചയായും അയാളുടെ സെൽഫ് വർത്തിനെ ഡീഗ്രേഡ് ചെയ്യാനും ഇല്ലാണ്ടാക്കാനും നശിപ്പിക്കാനും ഒക്കെ അവർക്ക് കഴിയും. ഇങ്ങനെ നശിച്ചതിന് ശേഷം ഈ വ്യക്തി റീവാമ്പ് ചെയ്യുന്നതാണ് ഈ എക്സ്ട്രാ പവർ എന്ന് പറയുന്നത്. ആ റീവാമ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ അവന്റെ സെൽഫ് വർത്ത് എന്താണെന്ന് അവൻ തിരിച്ചറിയുകയും ആ സെൽഫ് വർത്തിലൂടെ ശക്തമായി മുൻപോട്ട് പോകാനുള്ള ഡിസിഷൻ എടുക്കുകയും ചെയ്യും. ഇപ്പോ എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലേ, ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്നോട് പറയാ, താൻ ഇങ്ങനെ കുറെ വീഡിയോസ് എടുത്തോണ്ടൊന്നും ഒരു കാര്യമില്ലടോ, തന്നെ നേരിട്ട് പരിചയം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരു ഗുണത്തിനും കൊള്ളൂല എന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞാൽ ആ വ്യക്തി എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ തകരും. പവർ കുറഞ്ഞൊരവസ്ഥയിലാണ് തീർച്ചയായിട്ടും തകരും. എന്നാൽ പവറുള്ള ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ പറയുന്നതെങ്കിൽ ഞാനത് വാല്യൂ ചെയ്യോ, മൈൻഡ് ചെയ്യോ? ഈ വീഡിയോയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്തു എന്ന് വ്യക്തമായി തിരിച്ചറിവുള്ള, വ്യക്തമായ രീതിയിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ കൊടുത്ത ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയ ധാരാളം പേരുള്ളപ്പോൾ ആ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള പവർ എനിക്കുണ്ട്. പക്ഷേ പവർ നമുക്ക് കുറവായിരിക്കും നമ്മൾ മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിന്റെ താക്കോല് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ ആ വട്ടത്തിന്റെ അകത്ത് കയറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇപ്പോൾ എക്സ്ട്രാ പവർ ആയപ്പോൾ അവരെ പുറത്തിറക്കിയുകൊണ്ട് അവർ പറയുന്ന അഫക്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, അവരങ്ങനെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ സെൽഫ് വർത്തിൽ കോൺഫിഡന്റ് ആണ്, പിന്നെ അവർ പറയുന്നതിന് യാതൊരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് എക്സ്ട്രാ പവേർഡായി ഒരു വ്യക്തി മാറുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന 4ാമത്തെ മാറ്റം. 5, യു സ്റ്റാർട്ട് ടു ചേസ് ആൻഡ് അട്രാക്ട് യുവർ ഗോൾസ്. അതായത് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഗോളിന് വേണ്ടി അതിനെ ചേസ് ചെയ്ത് മാത്രം ഓടിയ വ്യക്തിയാണെങ്കിൽ എക്സ്ട്രാ പവേർഡ് ആയ സമയത്ത് നിങ്ങളിലേക്ക് ഗോളുകൾ ഇങ്ങടേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലിംഗ് ലഭിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതൊക്കെ വരുന്നത് നിങ്ങൾ അതിന്റെ പുറകെ കണ്ടമാനം കണ്ട് ഓടിയിട്ടല്ല, പക്ഷെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കുകയാണ്. ഈ രീതിയിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ പവേർഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറണം. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗോൾസ് എന്ന് പറയുന്നത് ഫാന്റസി ലെവൽ ഗോൾസ് വരെ നിങ്ങൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതായത് ഈ ലോകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും കണ്ടെത്താനുള്ള ശക്തി പോലും നിങ്ങൾക്കുണ്ടാവും. ഇതാണ് എക്സ്ട്രാ പവേർഡ് ആവുന്ന വ്യക്തികളുടെ 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. 6, അതേഴ്സ് സ്റ്റാർട്ട് റെക്കഗ്നൈസിങ് യുവർ സ്ട്രെങ്ത് ആൻഡ് ലീഡർഷിപ്പ്. മറ്റുള്ള ആളുകൾ നിങ്ങളുടെ ശക്തിയെ കൃത്യമായ രീതിയിൽ അംഗീകരിക്കാൻ തുടങ്ങും. നിങ്ങൾ പവർഫുൾ ആണെന്നും നിങ്ങൾ ശക്തനാണെന്നും നിങ്ങൾ കരുത്തനാണെന്നും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തിരിച്ചറിയും. 2, നിങ്ങളുടെ നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആളുകൾ അംഗീകരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും അവർ കൂടുതൽ കരുത്തരായ വ്യക്തികളായി മാറുകയും ചെയ്യും. കാരണം എക്സ്ട്രാ പവർഫുൾ ആയിട്ടുള്ള ആൾക്കല്ലേ സാധാരണ ഒരാൾക്ക് പവർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് നേതൃത്വം ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി മാനേജർക്ക് ഓർഡിനറി മാനേജറെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ എക്സ്ട്രാ ആണ് അവനെ ഹെൽപ്പ് ചെയ്യണത്. ഈ എക്സ്ട്രാ പവർഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ സൂര്യനെ പോലെ നിൽക്കും. ചുറ്റും ധാരാളം ഗ്രഹങ്ങൾ വരും. കാരണം ഈ പവർ അവർക്ക് വേണം. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ പവേർഡ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് പറയുക, യു ആർ ഹൈലി പവർഫുൾ മാൻ, ഡു വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഗുണകരമായ രീതിയിൽ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാൻ സ്വയം അഫേം ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ സാധിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ പറഞ്ഞ 6 ലക്ഷണങ്ങൾ ഇന്റൻഷനലായി ഈ ലക്ഷണങ്ങളെ ഓരോ പോയിന്റ്സ് ആക്കി വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളൊരു എക്സ്ട്രാ പവർഫുൾ പേഴ്സൺ ആയി മാറുകയും ചെയ്യും. വരയ്ക്കേണ്ട സ്ഥലത്ത് വരയ്ക്കുക, ഇറക്കി മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക. ഇതിനൊന്നും യാതൊരു രീതിയിലും നമ്മൾ എന്ത് ചെയ്യേണ്ട, കുറ്റബോധം വെക്കേണ്ട കാര്യമില്ല. കാരണം അതാണ് ശരി. ഈ ഭൂമിയിൽ വന്ന ഒറ്റയ്ക്കാണ്, ഇവിടുന്ന് പോകുന്ന ഒറ്റയ്ക്കാണ്. ഇടയ്ക്കുള്ള സമയത്ത് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് സ്ഥലം വിടാൻ. എനിവേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ രീതിയിലും ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all the very best. NK signing off.